Hey there, welcome back to another tutorial. So, ഇന്ന് നമ്മൾ ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് സീൻ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത്. അതുകൂടാതെ സം ക്യാമറ ടെക്നിക്സ്, പിന്നെ കുറച്ച് റിയലിസം ടിപ്സ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഡൈവ് ഇൻ. സോ ഞാനിവിടെ ബ്ലെൻഡർ 4.1 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ സീനിലുള്ള എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം എ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം എക്സ് ഡിലീറ്റ്. സോ ആഫ്റ്റർ ദാറ്റ് ഐ ആം ഇമ്പോർട്ടിങ് എ കാർ മോഡൽ. സോ ഇതൊരു ഫ്രീ മോഡലാണ്, ഞാൻ സ്കെച്ച് ഫാബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ റെൻഡർ സെറ്റിങ്സ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റെൻഡർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് EV ആണ് ഓൾറെഡി ഉള്ളത്, അത് ഞാൻ സൈക്കിൾസിലോട് ചേഞ്ച് ചെയ്യുന്നു. CPU ഞാൻ GPU ആക്കുന്നു. അതിനുശേഷം മാക്സിമം സാമ്പിൾസ് ഞാൻ 64ഉം റെൻഡറിൽ ഞാൻ മാക്സിമം സാമ്പിൾസ് 128 ഇടുന്നു. ഓക്കെ, അത് സെറ്റായി. അതിനുശേഷം നമുക്കൊന്ന് റെൻഡർ വീലോട്ട് തട്ടി നോക്കാം. സോ റെൻഡർ വീലോട്ട് പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയുണ്ട്. അതിനെ Z ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചുമ്മാ നിങ്ങളെ മൗസ് ജസ്റ്റ് മൂവ് ചെയ്താൽ മതി. എന്നിട്ട് Z ക്ലിക്ക് റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഇതിലോട്ട് എത്തുന്നതായിരിക്കും. സോ ഞാൻ ഈ മോഡലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒന്നാമത് ഇതിൻ്റെ അകത്തുള്ള ലൈറ്റിങ്ങിലുള്ള എമിഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു ക്വിക്കായിട്ട് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയ്ഡിങ്ങിൽ പോകുന്നു. ഷെയ്ഡിങ്ങിൽ പോയ ശേഷം ഞാൻ എൻ്റെ കാറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഒറ്റ മോഡലാണ്, അതായത് എല്ലാ ജോമെട്രിയും ജോയിൻ ചെയ്തിട്ട് ഒറ്റ മോഡലായിട്ടാണ് കിടക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് അല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരുപാട് ടെക്സ്ചേഴ്സും ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ റബ്ബറുണ്ട്, മെറ്റലുണ്ട്, മിററുണ്ട്, ഗ്ലാസ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ആണെങ്കിൽ ആകെ ഒറ്റൊന്നേ കാണിക്കുന്നുള്ളൂ. സോ അതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? സോ ഇതാണ് നമ്മളെ മെയിൻ സാധനം. സോ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് പ്ലാസ്റ്റിക്, ക്രോം, ബ്ലാക്ക് മാറ്റ്, അലുമിനിയം. സോ എല്ലാ ടെക്സ്ചേഴ്സും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ലൈറ്റാണ് വേണ്ടത്. സോ നമുക്ക് ഫ്രണ്ട് ലൈറ്റ്. സോ ഫ്രണ്ട് ലൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ എമിഷൻ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ 0 ആക്കാന്നുണ്ടെങ്കിൽ യു ക്യാൻ സി എമിഷൻ ഇല്ല. സോ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് എമിഷൻ കയറ്റി ചെയ്തത്. അപ്പം ഞാനൊരു 500 വാല്യൂ ആണ് കൊടുക്കുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ലൈറ്റും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് കളേർഡ് മീൻസ് നമ്മൾ റെഡ് ലൈറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, മുന്നത്തേൽ ഞാൻ നമ്മുടെ ഇതിൻ്റെ ടെക്സ്ചർ യൂസ് ചെയ്തിട്ടില്ല. ടെക്സ്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളറാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫ്രണ്ട് ലൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു നോഡ് ഞാൻ അടുത്ത് നമ്മുടെ കളറിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 500 വാല്യൂ എടുത്തു. സോ ഇത് നമുക്ക് 0 ആക്കി നോക്കാം. സോ നമ്മുടെ റെഡ് ലൈറ്റ് കണ്ടില്ലേ, അത് ഗ്ലോ ആവും. സോ ഞാൻ ജസ്റ്റ് 500 കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കതൊരു വൈറ്റ് കളറായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ റെൻഡറിലോട്ട് പോകുന്ന സമയത്ത് അത് റെഡ് ആയിട്ട് തന്നെ മാറും. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. സോ നമുക്ക് ലേഔട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാം. സോ നമ്മുടെ ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനി എനിക്ക് പേഴ്സണലി ഒരു സീന് ലൈറ്റ് ചെയ്യാൻ ഏറ്റവും താല്പര്യം HDR ഇടുന്നതിനെക്കാട്ടും അത് സ്വന്തമായിട്ട് ലൈറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. സോ നമുക്ക് ഒരുപാട് കൺട്രോൾ ഉണ്ടാവും അതിനകത്ത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഒരു ഗ്രേ ഷെയ്ഡുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ളൊരു ലൈറ്റ് നമ്മുടെ ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ റെൻഡർ വ്യൂയിലും ഇത് വിസിബിൾ ആയിട്ടുള്ളത്. സോ നമുക്കത് റിമൂവ് ചെയ്യാം ഫസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, വേൾഡ് പ്രോപ്പർട്ടീസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കളറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ വാല്യൂ ഉണ്ടല്ലോ, അത് 0 ആക്കിയിടുക. അപ്പോൾ നമുക്ക് നമ്മളെ എൻവയോൺമെൻറ്റ് മൊത്തം 0 ആയിട്ടുണ്ട്. സോ നമുക്ക് ഇൻ കേസ് നിങ്ങൾക്ക് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോഗിൾ ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈൻസ് കാണത്തില്ല, നമ്മൾ ആ ഗ്രിഡ് കാണത്തില്ല. അങ്ങനെയാണ് നമുക്ക് ഗ്രിഡ് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം. പ്ലെയിൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Shift+A ഒരു പ്ലെയിൻ ഞാൻ ആഡ് ചെയ്യുന്നു. അത്യാവശ്യം വലുതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് ലൈറ്റ് ചെയ്ത് തുടങ്ങാം. സോ ഞാൻ വീണ്ടും റെൻഡറിലോട്ട് ജമ്പ് ചെയ്യുന്നു. Z ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം നമ്മൾ മൗസും മുകളിലോട്ട് മൂവ് ചെയ്താൽ മതി. സോ നമ്മൾ റെൻഡറിലോട്ട് ചാടി. സോ നമുക്ക് ഇവിടെ കാണാം, ഇപ്പം ലൈറ്റ് കുറച്ച് എമിഷൻസും കാര്യങ്ങളും, അതായത് നമ്മൾ എമിഷൻ 500 കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാണാം. സോ നമുക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് അങ്ങനെ തുടങ്ങാം. ഞാൻ ഷെയ്ഡിങ്ങിലോട്ട് പോയ ശേഷം ഞാൻ ഇതിൻ്റെയൊക്കെ വാല്യൂ 0 ആക്കിയിടുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ലൈറ്റ്. ഓക്കെ ഞാനത് 2 0 ആക്കി. ലേഔട്ടിലോട്ട് തിരിച്ചു പോയി. സോ നോ ലൈറ്റ്, ലിറ്ററലി നോ ലൈറ്റ്. സോ ഒന്നും കാണുന്നില്ല. സോ നമുക്ക് ഐശ്വര്യമായിട്ട് ലൈറ്റ് ആഡ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി Shift+A
നമ്മുടെ ലൈറ്റ് ഓപ്ഷനിൽ ഏരിയ ലൈറ്റ്. സോ ഏരിയ ലൈറ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് വൈഡായിട്ടുള്ളൊരു ഏരിയയിലോട്ട് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടും. സോ ഞാൻ സ്കെയിൽ ചെയ്ത ശേഷം ഞാൻ ക്ലിക്ക് ചെയ്ത് മേലോട്ട് ഇറങ്ങുന്നു. സോ നിങ്ങൾക്ക് അവിടെ കാണാം നമ്മുടെ കാർ വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കിതിനെ ഇത്തിരി കൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു എൻഗേജിങ് ആയിട്ടുള്ള, അതായത് ജസ്റ്റ് ഒരു ലൈറ്റ് ഇട്ട പോലെയാണ്. ഇതിൻ്റെ മുകളിൽ റിഫ്ലക്ഷൻസും ഹൈലൈറ്റ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് കാണുന്നൊന്നുമില്ല. അതിനുവേണ്ടി വേറെ വഴിയുണ്ട്. സോ അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം ഇത് ഡിസേബിൾ ചെയ്യാണ്, ഈ ഒരു ലൈറ്റ്. സോ നമ്മുടെ ഔട്ട്ലൈനറിൽ പോയിട്ട് ഞാനത് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം Shift+A ഞാൻ പിന്നെ ഒരു പ്ലെയിൻ ആഡ് ചെയ്യുന്നു. സോ നമുക്കത് വിസിബിൾ ആകാൻ വേണ്ടി ഞാൻ വേണ്ടി സോളിഡ് വീലോട് ജമ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, മൂവ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ആക്സിസ് മൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. സോ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത പ്ലെയിൻ സെലക്ട് ചെയ്തു, അപ്പ് മേലോട്ട് ഉയർത്തി വെച്ചു. സോ നമുക്ക് ഇതിനൊന്ന് റീനെയിം ചെയ്യാം. സോ നമ്മുടെ ഔട്ട്ലൈനറിൽ പോയ ശേഷം നമ്മുടെ പ്ലെയിൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാം. സോ ഞാനിപ്പം ലൈറ്റ് നോക്കാം, ലൈറ്റ്. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ഈ മെയിൻ പ്ലെയിൻ ഉണ്ടല്ലോ അതിനെ റീനെയിം ചെയ്തിട്ട് ഗ്രൗണ്ട് പ്ലെയിൻ. വടവർ സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട. സോ നമ്മൾ ഈ ഒരു ലൈറ്റ് ആംഗിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം SX. സോ ഞാൻ ഇതുപോലൊരു സ്ട്രിപ്പ് ലൈറ്റ് പോലെ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. സോ ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കാം. അതിനുശേഷം Ctrl+A ആൻഡ് അപ്ലൈ സ്കെയിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ മോഡിഫയർ പ്രോപ്പർട്ടീസിലോട്ട് പോയ ശേഷം ആഡ് മോഡിഫയർ, അതിനകത്ത് നമുക്കൊരു അറേ മോഡിഫയർ സെർച്ച് ചെയ്യാം. സോ നമ്മളൊരു അറേ മോഡിഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എക്സ് ഫാക്ടർ ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. സോ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു. ഓക്കെ, 1.9. സോ ദിസ് ലുക്സ് ഗുഡ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കൗണ്ട് കൂട്ടുകയാണ്. നമുക്കൊരു കുറച്ച് ട്യൂബ് ലൈറ്റ് കിട്ടിയിട്ടു. സോ നമുക്ക് നിങ്ങളുടെ ഒറിജിൻ നോക്കാം. ഒറിജിൻ നമുക്ക് ഇവിടെയാണുള്ളത്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു മോഡിഫയർ ഇതിനിട്ട് അപ്ലൈ ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം സംഭവിക്കുന്നത് വെച്ചാൽ ഇത്രയും നേരം അതൊരു ഇൻസ്റ്റൻസസ് ആയിട്ട് നിൽക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊരു ഒബ്ജക്റ്റായി മാറി. ഒരു ഒബ്ജക്റ്റായി മാറി. ഇനി നമുക്ക് ഇത് നമ്മുടെ ലൈറ്റ്സ് സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റ്, അതിൻ്റെ അകത്ത് സെറ്റ് ഒറിജിൻ, അതിൽ ഒറിജിൻ ടു ജോമെട്രി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒറിജിൻ ടു ജോമെട്രി സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യാനുള്ള ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സെൻറ്ററിൽ ഒറിജിൻ വരുന്നത് വളരെ ഉപകാരമാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇട്ട് താഴെ ഉണ്ടാവും, അതിൽ പോയി ന്യൂ ക്ലിക്ക് ചെയ്യാം. ന്യൂ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിലെ സർഫസ് എന്നുള്ള ഓപ്ഷനിൽ പ്രിൻസിപ്പൽ BSDF ആണ് കിടക്കുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം എമിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് സെർച്ച് ചെയ്യുക. അവിടെ പോയി എമിഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് എമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിന് മുന്നേ ഇത് പ്രിൻസിപ്പളിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ BSDF. സോ നമുക്ക് റെൻഡർവിയിലോട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് നിന്ന് ലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എമിഷനിലോട്ട് മാറ്റുന്നത്. സോ എമിഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് കത്തിത്തുടങ്ങും. അതിനുശേഷം സ്ട്രെങ്ത്ത് നമുക്കൊരു 50 ഇടാം. ഈ ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഹൈലൈഷൻസ് കിട്ടുന്നുണ്ട്, എല്ലാം അത്യാവശ്യം വിസിബിളായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഏരിയ ലൈറ്റിനെക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് എമിഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ സോ നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ വേ ആയിട്ട് ഏരിയ ലൈറ്റ് തന്നെ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി ചൂസ് ചെയ്യാം. സോ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏരിയ ലൈറ്റ് യൂസ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഞാൻ കാണിച്ചു തരാം. സോ നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സംഭവം മൂവ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണാം ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഈ ഒരു മെറ്റലിലും ഗ്ലാസ്സിലൊക്കെ കാണുന്നുണ്ട്. സോ നമ്മൾ നല്ല രീതിയിലുള്ള ക്യാമറ ആംഗിളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിക്ക് കിട്ടും. അതായത് നല്ലൊരു സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ മറ്റൊരു ഉപകാരം. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ലൈറ്റിംഗ് ജസ്റ്റ് ബേസിക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാമറ ടെക്നിക്ക് പറഞ്ഞുതരാം. സോ നോർമലി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ട്രഡീഷണലായിട്ട് നമുക്ക് എങ്ങനെ ക്യാമറ മൊമെൻറ്റ്സ് കൊടുക്കാം, അതിനെങ്ങനെ സ്മൂത്ത് ചെയ്യാം, അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ആ ഒരു ട്രഡീഷണൽ വേ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അതിന് പകരം ഒരു സംഭവം കാണിച്ചു തരാം. Shift+A ക്യാമറ. ഈ ക്യാമറയുടെ ഓപ്ഷനിൽ നമുക്ക് ഡോളി ക്യാമറ,
ക്രെയിൻ ക്യാമറ റിഗ് ആൻഡ് 2D റിഗും ഉണ്ടാവും. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങളിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എഡിറ്റിൽ പോവാം, എഡിറ്റ്, പ്രിഫറൻസ്, ഇതിനകത്തുള്ള ആഡ് ഓൺസിൽ പോവാം, അതിനുശേഷം ക്യാമറ ഇൻസെർട്ട് ചെയ്യും, ക്യാമറ. സോ ഇതിനകത്ത് ക്യാമറ റിഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് ഡിസേബിൾ ആയിരിക്കും, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാം. സോ വൺസ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ പോയിട്ട് സേവ് പ്രിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ടൈമും നിങ്ങൾക്ക് ഇതിങ്ങനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് ആക്ടിവേറ്റഡ് ആയിരിക്കും. ഇനി ഷിഫ്റ്റ് എ, ക്യാമറ, ക്രെയിൻ ക്യാമറ. സോ നമുക്കൊരു വിയേർഡായിട്ടുള്ളൊരു ക്യാമറ സാധനം കിട്ടി. സോ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളിപ്പം Ctrl+Alt+0 നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ക്യാമറ സ്നാപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിലോട്ട് ഇതുപോലെയൊക്കെ നമ്മൾ വെച്ച് സ്നാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് നമുക്കതുപോലുള്ള സ്നാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകത്തില്ല. അത് ഈ ഒരു റിഗിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിനകത്ത് വേറൊരു മാജിക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങളിപ്പം ഈ ഒരു കൺട്രോൾ റിഗിലോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് മോഡിലോട്ട് ജമ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു റിഗ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെ വന്ന ശേഷം പോസ്റ്റ് മോഡിലോട്ട് ജമ്പ് ചെയ്യാം. വൺസ് നിങ്ങൾ പോസ്റ്റ് മോഡിലോട്ട് ജമ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓരോ റിഗും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ പിടിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ മൂവ് ചെയ്യാം. സോ ഇത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ആംഗിളിലോട്ടാണ് നിങ്ങളുടെ ക്യാമറ നോക്കേണ്ടത് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ ഈ ഒരു റിഗാണ് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറ റിഗ് മൂവ് ചെയ്യാൻ പറ്റും. സോ ബിഫോർ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒബ്ജക്റ്റ് മോഡിലോട്ട് തിരിച്ചു പോകുന്നു. അതിനുശേഷം ഒരല്പം ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദെൻ എന്നെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും. സോ നമ്മൾ ഈ ടൂൾ ബാറിൽ പോയ ശേഷം ഇതിൻ്റെ റൊട്ടേഷനിൽ റൊട്ടേഷനിൽ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കാറ് കാണുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കുന്നു. സോ ഇത് കുറച്ചുകൂടെ ഒന്ന് വിസിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുകളിൽ പോയ ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. റൈറ്റ് ലെഫ്റ്റ്, ഓക്കെ ലെഫ്റ്റ് ക്ലിക്കാണേ, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. അതിനുശേഷം ഞാൻ കഴ്സർ ഈ ഒരു സ്ക്രീനിൽ കൊണ്ടുവച്ച ശേഷം 0 നിൽക്കുന്നു. അതിനുശേഷം എന്നെ ക്ലിക്ക് ചെയ്യുന്നു, അപ്പം ടൂൾ ബാർ ക്ലോസ് ആവും. അതിനുശേഷം ഇത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഒഴിവാക്കുന്നു. ആൻഡ് ഞാൻ ഇതും ഡിസേബിൾ ചെയ്യുന്നു, ഈ ഓപ്ഷനും ഡിസേബിൾ ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ക്യാമറ കൃത്യമായിട്ട് കിട്ടും. ആൻഡ് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ റെൻഡറിലോട്ട് ചാടുന്നു. സോ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കറക്റ്റ് ലൈവായിട്ട് കാണാൻ പറ്റും ഇവിടെ. സോ ഞാൻ കുറച്ചും ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ച ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കാറ് കാണുന്ന രീതിയിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ഇതിനകത്തുള്ള വാല്യൂസ് ഒന്നും കോപ്പി ചെയ്യണ്ട. സോ നിങ്ങൾ എങ്ങനെയാണോ സീൻ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിനകത്തുള്ള റൊട്ടേഷൻ വാല്യൂസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ പോസ്റ്റ് മോഡിലോട്ട് പോകാം. പോസ്റ്റ് മോഡിൽ പോയ ശേഷം നമ്മൾ ഈ ഒരു റിഗ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു റിഗിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിഗ് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ക്യാമറ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാറിൻ്റെ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയാണ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയാണ് നമ്മുടെ ഈ ഒരു സംഭവം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത്. ഈ റിഗിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ ഏത് തരത്തിലത് ഈ ഒരു ക്യാമറേനെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്യാമറ എപ്പോഴും ഈ ഒരു കാറിനെ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു റിഗിന് കീ ഫ്രെയിം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഈ ഒരു റിഗിൽ കീ ഫ്രെയിം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ ക്യാമറ ആനിമേഷൻസും ക്യാമറ മൂവ്മെൻറ്റ്സും നമുക്ക് കിട്ടും. സോ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, സോ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ക്യാമറ റിഗ് സെറ്റാക്കി. സോ ഇതാണ് നമ്മുടെ ക്യാമറ റിഗ്. ഇനി നമുക്ക് ഈ സീനിലൊന്ന് കളിക്കാം. ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന്, അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ ഭാഗമൊന്നും അത്ര ലിറ്റല്ല. സോ നമുക്ക് എല്ലാം അത്യാവശ്യം ഒന്ന് വിസിബിൾ ആക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈറ്റ് സെലക്ട് ചെയ്യുന്നു. സോ നിങ്ങൾ പോസ്റ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം ഈ റിഗ് അല്ലാത്ത ഒരു സാധനവും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. അതിനുവേണ്ടി ഞാൻ പോസ്റ്റ് മോഡിലോട്ട് ജമ്പ് ചെയ്യുന്നു. അതിന് കൺട്രോൾ ടാപ്പ്. സോ ഞാൻ ഒബ്ജക്റ്റ് മോഡിലോട്ട് എത്തി. അതിനുശേഷം ഞാൻ എൻ്റെ ലൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഡി അടിക്കുന്നു. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ടാക്കി വെക്കുന്നു. ദെൻ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. സോ ഇൻ കേസ് നമ്മൾ നേരത്തെ നമ്മുടെ ഇതിൻ്റെ ഒറിജിൻ
സെറ്റാക്കി വെച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരുമായിരുന്നു. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ ഒറിജിൻ ഓഫ് ജോമെട്രി സെറ്റ് ചെയ്തത്. ഇതൊക്കെ സി ലുക്സ് ഗുഡ്. ഇനി നമുക്ക് ക്യാമറയ്ക്ക് ഒരു ചെറിയൊരു ആനിമേഷൻ കൊടുത്തു നോക്കാം. ഓക്കെ, പോസ് മോഡിൽ പോകുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സോ നമ്മുടെ ബ്ലെൻഡർ 4.1 മുമ്പേ ഉള്ള എല്ലാ ബ്ലെൻഡർ വേർഷൻസിലും ആയിരുന്നു നമ്മൾ കീ ഫ്രെയിം കൊടുക്കണമെന്നുണ്ടെങ്കിലുള്ള കീ. ബട്ട് ഇഫ് നിങ്ങളിപ്പം ഈ ഒരു ബ്ലെൻഡർ 4.1 ശേഷമുള്ള വേർഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും കീ ഫ്രെയിമാണ് ആഡ് ആവുന്നത്. സോ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. സോ അതിനുള്ള ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കീ ആണ് കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും. സോ ഞാൻ ജസ്റ്റ് ഒരു ലൊക്കേഷൻ ആൻഡ് റൊട്ടേഷനിൽ ഒരു കീ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ അതിനുശേഷം ഞാൻ കീ ഫ്രെയിം ഏകദേശം 100 ഫ്രെയിമിലോട്ട് മൂവ് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്ത് ഏതായിരിക്കും ആംഗിൾ ബെറ്റർ? ഗുഡ് okay, this looks good. K location rotation. So let's try playing it. Okay, so ഇതിനേക്കാളും എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നത് ഇത് ഓപ്പോസിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു, അതിനെ ഡ്രാഗ് ചെയ്ത് ഓടിച്ച് ഞാനൊരു ഇങ്ങോട്ട് വയ്ക്കുന്നു. ദെൻ സെക്കൻഡ് കീ ഫ്രെയിം പിടിച്ചിട്ട് ഞാൻ ആദ്യം ഉള്ള ലെയറിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കീ ഫ്രെയിം ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എളുപ്പത്തിന്. ഓക്കെ, നൗ ലെറ്റ്സ് പ്ലേ ഇറ്റ്. ഓക്കെ, ലുക്സ് ഗുഡ്. ഓക്കെ, സോ നമ്മുടെ ക്യാമറ ആനിമേഷൻ ഇത്രയും ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഏത് ടൈപ്പുള്ള ആനിമേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് ഇതാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. സോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ക്യാമറ റിഗ് വെച്ച് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു സീൻ കുറച്ചുകൂടെ വൃത്തിയാക്കി എടുക്കാം. സോ ഈ സീനിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു പ്ലെയിൻ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ മുകളിൽ ടെക്സ്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോ സ്കാൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും സ്കെച്ച് ഫാബിൽ തന്നെയാണ്. സോ ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഫയൽ ഇമ്പോർട്ട്. ഞാൻ GLB ഫോമാറ്റാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഒരു സംഭവം. സോ ഇത് ഒരുപാട് പീസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം Ctrl+J. സോ ഇതെല്ലാം കൂടെ ഒരു ഒബ്ജക്റ്റായിട്ട് മാറും. സോ ഞാൻ ക്വിക്ക്ലി എൻ്റെ എല്ലാ ഡൗൺലോഡഡ് ആയിട്ടുള്ള മോഡൽസും ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടാണ്. സോ ഒരുവിധം ഞാൻ എൻ്റെ എല്ലാ മോഡൽസും ഞാൻ ഇമ്പോർട്ട് ചെയ്തു. സോ ഇതൊക്കെ സ്കെച്ച് ഫാബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. സോ ഞാൻ ഇതിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത ശേഷം ഇങ്ങോട്ടേക്ക് നമ്മുടെ കാറിൻ്റെ അടിയിലോട്ട് മൂവ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലെയിൻ ഉണ്ടല്ലോ, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു. ഡൺ. സോ നമുക്ക് പ്ലെയിനായി. സോ ഇത് നമുക്ക് നമ്മുടെ കാറിൻ്റെ ടയറുമായിട്ട് ക്ലിപ്പ് ചെയ്യുന്ന കാണാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്ലോറും ടയറുമായിട്ട് ക്ലിപ്പ് ചെയ്യുന്ന കാണാം. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് കാറിന് മൂവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോർ മൂവ് ചെയ്ത് കൊടുക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. സോ ഞാനിതെല്ലാം സെലക്ട് ചെയ്ത ശേഷം മെല്ലെ ഞാൻ താഴോട്ട് നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നു. സോ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ ഫോട്ടോ സ്കാൻസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കണ്ടമാനം വേർട്ടിസസ് ഉണ്ടാവും. വേർട്ടിസസിൻ്റെ കൂമ്പാരമാണ് ഇതിൻ്റെ അകത്ത്. സോ ഇങ്ങനെ വേർട്ടിസസ് ഒരുപാട് വരുന്ന സമയത്ത് നമ്മുടെ PC-നെ ഇത് കൊല്ലും. GPU ഒക്കെ ചാവും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോഴത്തേക്കും GPU ഒക്കെ ചൂടായി പണ്ടാറടങ്ങും. അപ്പോൾ ഈ ഒരു പണ്ടാറടങ്ങൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഭവം ചെയ്യാം. അത് F3 ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ എഡിറ്റ് മോഡിലായിരിക്കണം. F3 ക്ലിക്ക് ചെയ്ത ശേഷം മെർജ് ബൈ ഡിസ്റ്റൻസ് എന്നുള്ളൊരു ഓപ്ഷൻ സെർച്ച് ചെയ്യുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും ക്ലോസസ് ആയിട്ടുള്ള ഈ വേർട്ടിസസ് ഉണ്ടാവുമല്ലോ, ഇത് രണ്ടും ഈ ഒരു വേർട്ടിസസ് ഒരുമിച്ച് ജോയിൻ ആവും. അതിനനുസരിച്ച് ഇതിൻ്റെ വേർട്ടിസസിൻ്റെ എണ്ണം കുറയും. ഇത് കൂടാതെ നമുക്ക് വേറെ ഒന്നുകൂടെ ചെയ്യാം. സോ രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മോഡിഫയറിൽ ഡെസിമേറ്റ് മോഡിഫയർ എന്ന് പറഞ്ഞൊരു മോഡിഫയർ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അൺസബ് ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഇറ്ററേഷൻസ് 1 2 ഒക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം. അതിനനുസരിച്ച് ഇതിൻ്റെ സബ് ഡിവിഷൻസ് കുറഞ്ഞ് നിങ്ങൾക്ക് ലോഡ് കുറച്ച് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ഒരു ഡെസിമേറ്റ് മോഡിഫയർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എൻറ്റയർ ഷേപ്പ് തന്നെ മാറിപ്പോകും. സോ ഈ വാല്യൂസ് വെച്ച് വളരെ എന്താ പറയുക
ഈ വാല്യൂസ് വെച്ച് ഒരുപാട് കളിക്കാൻ നിൽക്കരുത്. ആവശ്യത്തിന് 1-2 വാല്യൂസ് മാത്രം കൊടുത്താൽ മതി. ബട്ട് ഞാനിവിടെ ക്വാളിറ്റി മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് ഞാനതിന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു മെർജ് ബൈ ഡിസ്റ്റൻസ് മാത്രം കൊടുത്ത ശേഷം ഞാൻ ഇതാക്കുന്നു. ഓൾറെഡി എൻ്റെ PC ഒപ്റ്റിമൈസ്ഡ് ആണ്. സോ എനിക്ക് അതിൽ ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് എനിക്കറിയാം ഒരുപാട് പേര് ഈ ചെറിയ ലാപ്ടോപ്പും വെച്ച് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓൾമോസ്റ്റ് സെറ്റായി, നമ്മുടെ ഫ്ലോർ സെറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് എന്താ ചെയ്യേണ്ടത്, നമുക്കൊന്ന് റെൻഡർ വ്യൂയിലോട്ട് ഇട്ട് നോക്കാം. വല്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു സീനിൻ്റെ ഒരു സ്റ്റൈലേ അങ്ങോട്ട് മാറി. നമ്മുടെ ഒരു ഫ്ലോറിൻ്റെ ക്വാളിറ്റി മാറിയപ്പം തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു റിയലിസം വന്നിട്ടുണ്ട്. അടിപൊളി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു ഫോഗ് ആഡ് ചെയ്യാം. ഫോഗ് ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ കുറച്ചൊരു ഡെപ്ത്ത് ഇൻക്രീസും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു എഡ്ജ് തീരുന്ന ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി ഫോഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ Shift+A മെഷ് ക്യൂബ്. നമുക്കൊരു ക്യൂബ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ക്യൂബിന് ഞാൻ ഏകദേശം സ്കെയിൽ ചെയ്ത് ഈ ഒരു സീന് ഫില്ലാവുന്ന തരത്തിൽ ഞാൻ വലുതാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ വ്യൂ പോർട്ട് വിസിബിലിറ്റി ഉണ്ടാവും. അതിനകത്ത് ഈ ടെക്സ്ചേർഡ് എന്നുള്ള, അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്ഷൻ, ഡിസ്പ്ലേ ആസ് എന്നുള്ള ഓപ്ഷനിൽ ടെക്സ്ചേർഡ് മാറ്റിയ ശേഷം നമ്മൾ ബൗൺസ് ആക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വയർ ഫ്രെയിം മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, നൈസ്. ഇനി നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടി SZ, അപ്പോൾ ഞാൻ Z ആക്സിസിൽ ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്തു. ഇപ്പോൾ ഒന്ന് അപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ ശരിയാണോ എന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നംപാഡിൽ 1 ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ കിട്ടും. അതല്ല നിങ്ങൾ 2 ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സൈഡ് വ്യൂ, 3. സോ ഈ നംപാഡിലുള്ള കീസ് നിങ്ങൾക്ക് 7 ക്ലിക്ക് ചെയ്താൽ ടോപ്പ് വ്യൂ കിട്ടും. നമുക്ക് ഇതെല്ലാം ഈ ഒരു എന്താ പറയുക, ഈ ഒരു കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസ് എല്ലാം കിട്ടും. സോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഒബ്ജക്റ്റ് കൂടെ ഉണ്ട് ഇവിടെ. ഞാൻ അതിനെ സ്വല്പം റൊട്ടേറ്റ് ചെയ്ത് ഓക്കെ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്റർ ഓഫ് ഒറിജിൻ ഇത് പുറത്താണുള്ളത്. നമുക്കത് വേണ്ട, നമുക്കിതിൻ്റെ അകത്ത് വരണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റ് സെറ്റ് ഒറിജിൻ ടു ജോമെട്രി. സോ നമ്മുടെ സെൻറ്ററിൽ സാമാനം വന്നിട്ടുണ്ട്. ഈ ഒറിജിൻ നമ്മുടെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം 6 ക്ലിക്ക് ചെയ്ത് Z ക്ലിക്ക് ചെയ്ത് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വച്ചേക്കുന്നു. ഓക്കെ, ക്ലിപ്പിംഗ് ആയി. ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, കാരണം ഇതൊന്നും വിസിബിൾ ആയിരിക്കത്തില്ല. ബട്ട് ഒരു സേഫ്റ്റിക്ക് നമുക്ക് ഇത് ബാക്കിൽ കൊടുക്കാം. ഡൺ. ഇനി ഞാൻ ഈ ഒരു ഈ വ്യൂ പോർട്ട് അതിന് ഞാൻ ഷെയ്ഡർ എഡിറ്ററിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ടോപ്പിൽ വന്ന ശേഷം ഈ ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് ഷെയ്ഡർ എഡിറ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ്ങിലോട്ട് വന്നു. സോ ഞാൻ ഈ ഒരു ക്യൂബ് സെലക്ട് ചെയ്യുന്നു. ക്യൂബ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഷെയ്ഡർ എഡിറ്ററിൽ ഒരു തേങ്ങയില്ല. സോ നമുക്കത് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോഡ് വരും. ചില സമയങ്ങളിൽ നമ്മൾ ഈ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ നോഡ് ഏതെങ്കിലും കാട്ടിൽ പോയി കിടക്കും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കിടന്ന് തിരഞ്ഞാലൊന്നും ഈ സാമാനത്തിന് കിട്ടില്ല. സോ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഈ ഒരു കേഴ്സർ ഈ ഒരു ഷെയ്ഡറിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഷെയ്ഡറിലുള്ള എല്ലാ നോട്ട്സും സെലക്ട് ആയിട്ടുണ്ടാവും. അതിനുശേഷം നംപാഡിൽ 0യുടെ തൊട്ടടുത്ത് ഒരു ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാമാനം നമ്മളെ മുമ്പിലോട്ട് വരും. ഈസി പീസി. ഇനി നമുക്കിവിടെ നോക്കിയാൽ ഷെയ്ഡ് എഡിറ്ററിൽ കാണാം നമ്മുടെ ഒരു ക്യൂബിൻ്റെ അകത്ത് ഒരു പ്രിൻസിപ്പൽ BSDF ആണ് കിടക്കുന്നത്. നമുക്കിത് വേണ്ട. അതിന് വേണ്ടിയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രിൻസിപ്പൽ BSDFനെ സെലക്ട് ചെയ്യുന്നു. X ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. അതിനുശേഷം Shift+A സെർച്ച് ഫോർ വോളിയം. അതിൻ്റെ അകത്ത് പ്രിൻസിപ്പൽ വോളിയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ സാധനം കണക്ട് ചെയ്യണം. സോ നമ്മൾ ഈ ഒരു വോളിയത്തിനോട് തന്നെ കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് കാണാം നമ്മുടെ ഇത്രയും നേരം ഉണ്ടാക്കിയെടുത്ത എല്ലാം ഹുദാഹവയായിട്ടുണ്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ 1 ആണ്. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം എല്ലാം പിടിച്ച് ഡ്രാഗ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുക. നമുക്കിങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു സീനിലോട്ട് ഫോഗ് ആഡ് ചെയ്ത് വരുന്നത് കാണാം. ലുക്സ് ഗുഡ്.
ഇനി നമുക്ക് നമ്മുടെ കാറിൻ്റെ ലൈറ്റ്സ് കൂടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പം ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഈ കളേഴ്സൊക്കെ നമുക്ക് മാറ്റി നോക്കാം. ഇതിൽ നിങ്ങൾ വേറെ കളേഴ്സ് ഇടാന്നുണ്ടെങ്കിൽ വേറെ ഓരോ കളേർഡായിട്ടുള്ള ഫോഗ് നമുക്ക് കിട്ടും. ബട്ട് കീപ്പ് ഇറ്റ് ഡിഫോൾട്ട്. അതാണ് എനിക്കിഷ്ടം. സോ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്തോളി. ദെൻ നമുക്ക് ഇതിനകത്തുള്ള എമിഷൻ സ്ട്രെങ്ത് കൺട്രോൾ ചെയ്യാം. എത്രത്തോളം ഫോഗിന് ലൈറ്റ്, അതായത് എത്രത്തോളം എമിഷൻ വേണം അത് കൺട്രോൾ ചെയ്യാം. പിന്നെ ബ്ലാക്ക് ബോഡി ഇൻറ്റൻസിറ്റി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കൊരു റെഡിഷ് ടിൻറ്റ് കിട്ടും. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കളിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ 0.009 വാല്യൂ കൊടുക്കുന്നത്. ഡെൻസിറ്റി 0.060 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള എമിഷൻസ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ഈ ടോഗിൾസ് എനേബിൾ ചെയ്യുന്നു, നമ്മുടെ കാർ സെലക്ട് ചെയ്യുന്നു. അപ്പം ദിസ് ഈസ് ദ റൈറ്റ് ടൈം. സോ നമുക്ക് നമ്മുടെ വ്യൂ പോർട്ടിൽ ഒരു സാമാനം കാണുന്നില്ല. ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമ്പറിലെ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. പോയി പരിപാടി വന്നു. ഇനി നമുക്കിവിടെ നോക്കി സ്ലോട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രണ്ട് ലൈറ്റ്സ് എന്ന് കണ്ടിട്ടുണ്ട്. ഫ്രണ്ട് ലൈറ്റ് ടെക്സ്ചറാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഞാനിതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒരു 500 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഹെഡ് ലൈറ്റ് വന്നു. ഇനി സ്ലോട്ടിലോട്ട് പോയ ശേഷം ഫ്രണ്ട് ലൈറ്റ് കളേർഡ് അത് സെലക്ട് ചെയ്ത ശേഷം ഇതിന് ഒരു 500 കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ബാക്കിലെ ലൈറ്റും വന്നു. ഇനി നമുക്ക് നമ്മുടെ ഷെയ്ഡിങ്ങിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിതങ്ങോട്ട് കൊളാപ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക്, ജോയിൻ ഏരിയാസ്, ചുമ്മാ അങ്ങോട്ട് മൗസ് മൂവ് ചെയ്താൽ മതി, അത് ഫിൽ ആയിക്കോളും. ഇനി നമുക്കിതിൻ്റെ ഒരു റണ്ടർ അടിച്ച് നോക്കാം. സോ ഇത്തിരി ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സോളിഡ് വ്യൂയിലോട്ട് തന്നെ ഇടുന്നു. ആൻഡ് സോ അനദർ ടിപ്പ്, നിങ്ങൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അതായത് നോയ്സ് ത്രെഷോൾഡ് കൂട്ടുന്നതിനനുസരിച്ച്, വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് റെൻഡർ ടൈം കുറയ്ക്കുന്നു. ബട്ട് ഡാർക്കായിട്ടുള്ള ഷോർട്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ സാമാനത്തിൽ തുടരുത്. ഇതിനെ നമുക്ക് എത്രത്തോളം ചെറിയ വാല്യൂ കൊടുക്കുമോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും റെൻഡർ. അതായത് നോയ്സ് അത്രയും പോയി കിട്ടും. സോ ഇതിനെ പോലും ഞാൻ കളിക്കുന്നില്ല. ജസ്റ്റ് 128 സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സാമ്പിൾ ഇതിനെക്കാട്ടും കുറവ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെൻഡറിൽ ഒരുപാട് നോയ്സ് ഉണ്ടാവും, അത് അലമ്പായിരിക്കും. സോ ഞാൻ റെൻഡറിങ് ട്രൈ ചെയ്യാണ്. F12 ക്ലിക്ക് ചെയ്യുന്നു. സോ എൻ്റെ പി സിയിൽ ഓൾമോസ്റ്റ് 2 മിനിറ്റ്സ് എടുത്തു ഒരൊറ്റ ഫ്രെയിം റെൻഡർ ആവാൻ. ബട്ട് നിങ്ങളോട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പിക്സൽസൊക്കെ ഒരു വിയേർഡായിട്ട് കിടക്കുന്നത് കാണാം. അത് നമ്മൾ നോയ്സ് കൊടുത്തുകൊണ്ടാണ്. സോ ഇത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു മാക്സിമം സാമ്പിൾസ് ഹൈ ആസ് പോസിബിൾ നിങ്ങളെ പി സിക്ക് എത്രത്തോളം നിങ്ങളെ പി സിക്ക് എത്രത്തോളം താങ്ങാൻ പറ്റുമോ അത്രത്തോളം സാമ്പിൾസ് കൂട്ടിയെടുക്കുക. ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് 4096 ആണ് വരുന്നത്. വേണമെങ്കിൽ അതിട്ട് റെൻഡർ ചെയ്യാം. പക്ഷേ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് റെൻഡറിങ് ഫിനിഷ് ആവുക. പക്ഷേ റെൻഡറാവും. ഓക്കെ, സോ എനിവേ ഞാനത് 128 തന്നെ ഇടുന്നു. അതിന് ശേഷം ഞാൻ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ ടൊപ്പാസ് AI ഒക്കെ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ റെൻഡർ ഒന്ന് അപ്സ്കെയിൽ ചെയ്തെടുക്കാം. സോ അതായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഞാനത് 128 തന്നെ ഇടുന്നത്. ബാക്കി ഞാൻ ഗ്രേഡിങ്ങിൽ പിടിക്കും. സോ നമുക്ക് ഇതുപോലുള്ള ഈ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വേറെ വഴിയുണ്ട്. ഒരുപാടൊന്നും മാറത്തില്ല, ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കോമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂസ് നോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള 2 നോഡ് കിട്ടും. സോ ഇതിനകത്തുള്ള കോമ്പോസിറ്റ് നോഡിന് ഞാൻ ജസ്റ്റ് മൂവ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം Shift-A ഒരു വ്യൂവർ നോഡ് ഞാൻ സെർച്ച് ചെയ്യുന്നു. അതിനിവിടെ പിടിച്ചിടുന്നു. അതിനുശേഷം ഇമേജുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ നമുക്ക് ബാക്കിൽ ഈ ഒരു കാറിനെ കാണാം. ഇനി ഇത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിലെ ഇമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സൂം ഔട്ട് ആവും. Alt+V ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സൂം ഇൻ ആവും. ഇനി അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂവർ ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്ററിലൊരു സാധനം വരുന്ന കാണാം, ഒരു കുറേ എക്സ് പോലത്തെ ഒരു മാർക്ക്. അതിൻ്റെ മുകളിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ പരിപാടി. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോ നമ്മൾ ഈ വ്യൂ ലെയർ പ്രോപ്പർട്ടീസിൽ പോവാം. അതിനുശേഷം ഇതിനകത്ത് ഡീനോയ്സിങ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു 3 എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതെവിടെ കണക്ട് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് Shift-A ക്ലിക്ക് ചെയ്യുന്നു, ഡീനോയ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടുന്നു.
എന്നിട്ട് ഇതിൻ്റെ ഡീനോയ്സിങ് നോർമലായിട്ടും ഡീനോയ്സിങ് ആൽബഡോ ആയിട്ടും കണക്ട് ചെയ്യുന്നു. ഇത് ആക്യുറേറ്റ് തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. അതിനുശേഷം നമുക്കത് നമ്മുടെ വ്യൂവറിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഗ്ലോയും കാര്യങ്ങളൊന്നും അത്ര വൃത്തിയിൽ കിട്ടിയിട്ടില്ല. നമുക്ക് അതൊന്ന് ഗ്ലോയും കൂടെ ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് Shift+A ഗ്ലെയർ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ ഒരു നോഡ് കിട്ടും. അതിനെ പിടിച്ച് ഇതിൻ്റെ ഇടയിലിടാം. എന്നിട്ട് ആ ഗ്ലെയറിൻ്റെ ഇമേജും ഈ വ്യൂവറിൻ്റെ ഇമേജുമായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് സ്ട്രീക്സ് കിട്ടി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രീക്സ് വെക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫോഗ്ലോ ആണ്. സോ ഞാൻ ഫോഗ്ലോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ലൈറ്റ് ഓൾമോസ്റ്റ് സെറ്റായി. സോ ഇത്രയും ബ്രൈറ്റ്നസിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഹൈ കൊടുക്കാം. ഹൈ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലോ ഒന്നൊന്ന് കോംപ്രമൈസ് ആയിട്ട് അത്യാവശ്യം ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ കിട്ടും. അതല്ല ക്വാളിറ്റി ലോയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കത്തി വിജൃംഭിച്ച് നിൽക്കും. സോ നിങ്ങളെ ഇഷ്ടം. ഞാൻ എപ്പോഴും ക്വാളിറ്റി ഹൈയിലാണ് കൊടുക്കാറ്. അപ്പോൾ ഒരു മാന്യമായ രീതിയിലായിരിക്കും ഗ്ലോ ഉണ്ടാവുക. ഓക്കെ, ഇനി വേറൊരു പരിപാടി കൂടെ ചെയ്യാം. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലെൻസ് ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് വരും. അതായത് ഒരു RGBയിലെ Rഉം Gയും ബ്ലൂ ഒക്കെ ഒരു ഓവർലാപ്പ് ചെയ്യുന്നൊരു പരിപാടി. അത് നമുക്ക് ഇതിൻ്റെ അകത്തും റെൻഡേഴ്സിലും കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഒരു നോഡുണ്ട്, Shift+A ലെൻസ് ഡിസ്ട്രോഷൻ. ഈ നോഡിനെ പിടിച്ചിട്ട് ഏറ്റവും മുമ്പിലിടുക. ഈ ലെൻസ് ഡിസ്ട്രോഷനിൽ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ വാല്യൂസൊക്കെ ഒന്നുമില്ല, 0 ആണ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഞാൻ ഡിസ്ട്രോഷനിൽ 0.05 കൊടുക്കുന്നു, ഡിസ്പേർഷനിൽ 0.1 കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നത് കാണാം. ഇതിൻ്റെ എഡ്ജസിലൊക്കെ നമുക്ക് ഒരു എഫക്റ്റ് വന്നത് കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഇഷ്യൂ നമുക്കൊരു ഇതിൻ്റെ എഡ്ജസിൽ വന്ന് കാണാം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യാം. അത് എനേബിൾ ചെയ്യാം. അത് എനേബിൾ ചെയ്യുമ്പം ആ ഇഷ്യൂ മാറിക്കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഔട്ട് കിട്ടും. അതായത് അത്യാവശ്യം നാച്ചുറൽ ലുക്കിങ്. ഇതെല്ലാം നിങ്ങൾ ഇതിനു വേണ്ടിയെല്ലാം നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും നല്ല ക്വാളിറ്റിയുള്ള സാധനം, അതായത് എല്ലാ എഡ്ജസും നല്ല ക്ലിയർ ആയിട്ട് ഇത്തിരി ആർട്ടിഫിഷ്യലായിട്ട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേഔട്ട് പോകാം. ലേഔട്ട് പോയ ശേഷം നിങ്ങൾക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ക്യൂബ് ഉണ്ടല്ലോ, ഈ ക്യൂബ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയുള്ള ഒരു സാധനം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും റെൻഡർ ചെയ്യാം. സോ ഇതിൻ്റെ നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്താൽ മാത്രം പോരാ. ഇതാണ് സോ നമ്മളിത് റെൻഡേഴ്സിലും ഡിസേബിൾ ചെയ്യണം. അപ്പോൾ ഈ ക്യാമറ ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഡിസേബിൾ ആവും. സോ നമുക്ക് ആ ഒരു പഞ്ചി എഫക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചി എഫക്റ്റ് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഞാനിതിപ്പം നണ്ണിലാണ് കൊടുക്കുന്നത് വെച്ചോ. സോ നമുക്ക് കാണാം എന്ത് വൃത്തികേടായിട്ടാണ് നമ്മൾ ഷോട്ട് കളയുന്നത്. സോ നമ്മൾ ഈ നണ്ണ് മാറ്റിയിട്ട് പഞ്ച് കൊടുക്കുന്ന സമയത്ത് ആ സീൻ മാറിയ മാറ്റം കണ്ടോ. സോ നമ്മൾ ഈ ഒരു ഫോഗ് കൊടുക്കുന്നത് നിങ്ങളെ ഇഷ്ടമാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എത്രത്തോളം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന്. സോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇത് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. നിങ്ങളുടെ എല്ലാവിധ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് എന്നെ അതുവഴി കോൺടാക്ട് ചെയ്താൽ മതി. ഇഫ് ഇറ്റ്സ് നീഡഡ് ഞാൻ നമ്പറും തരാം ത്രൂ ഇൻസ്റ്റാഗ്രാം. സോ ഐ വിൽ ഹെൽപ്പ് യു അലോങ് വിത്ത് ദിസ് ബ്ലെൻഡർ ജേർണി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും തന്നെ കരുതുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. സോ കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. സോ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. So that's it for today. Thanks for watching. See you in another video. Bye bye.